ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകളാണ് കണ്ടത്. 24 വാർത്ത പൂർത്തിയാവുകയാണ്. ഇനി 100 ന്യൂസുമായി ഉന്മേഷ് ശിവരാമൻ ചേരും. നമസ്കാരം. 100 ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമം. അന്വേഷണ ഏജൻസികൾ അധികാരപരിധി വിടുന്നുവെന്നും മുഖ്യമന്ത്രി. തിരുത്തൽ നടപടിയുണ്ടാകാൻ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് ആവശ്യം. സംസ്ഥാനത്ത് സ്കൂളുകളും കോളേജുകളും തുറക്കുന്നു. 10-12 ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജനുവരി 1 മുതൽ പ്രാക്ടിക്കൽ ക്ലാസുകൾ. SSLC +2 പരീക്ഷകൾ മാർച്ച് 17 മുതൽ 30 വരെ. അവസാന വർഷ ബിരുദാനന്തര ക്ലാസുകൾ ജനുവരി ആദ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ സോഫ്റ്റ്വെയർ പിഴവ്. LDFും UDFും ഒപ്പത്തിനൊപ്പം എത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾ UDFിനൊപ്പം ചേർത്തു. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ജയവും പിഴവും മൂലം UDF അക്കൗണ്ടിലായി. തകരാർ ഉടൻ പരിഹരിക്കുമെന്നും കൃത്യമായ ചിത്രം ഉടൻ ലഭ്യമാക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലാപം. നേതൃത്വത്തിനെതിരെ വിമർശനം കടുപ്പിച്ച് കൂടുതൽ നേതാക്കൾ. KPCC വർക്കിംഗ് പ്രസിഡന്റായി തുടരാൻ താൽപര്യമില്ലെന്ന് K സുധാകരൻ MP. ആഴത്തിലുള്ള തോൽവിക്ക് പുറം ചികിത്സ പരിഹാരമല്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം വിശ്വാസ്യത തകർത്തു. കൊച്ചി കോർപ്പറേഷനിൽ LDF ഭരണം ഉറപ്പായി. ലീഗ് മുതൽ CPIM-ന് പിന്തുണ അറിയിച്ചു. M അനിൽകുമാർ മേയറാകും. തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതന്റെ പിന്തുണയോടെ LDF ഭരണത്തിലേക്ക്. പട്ടാമ്പി നഗരസഭയിൽ 6 കോൺഗ്രസ് വിമതരുടെ പിന്തുണയോടെ ഇടതു ഭരണം. വർക്കലയിൽ സ്വതന്ത്രരുടെ പിന്തുണയോടെ LDF ഭരണത്തിലേക്ക്. UDF പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗ്. വിമർശനങ്ങൾ മുന്നണിക്കുള്ളിൽ പറയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. UDF നേതൃത്വത്തെ വിമർശിച്ച് ഷിബു ബേബി ജോൺ. LDF വിരുദ്ധ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് പോയി. പരാജയത്തിന് ഉത്തരവാദി മുന്നണി നേതൃത്വം. BJP സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച് മുതിർന്ന നേതാവ് PM വേലായുധൻ. പരിചയസമ്പന്നരെ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണം. O രാജഗോപാൽ ഉന്നയിച്ച വിഷയങ്ങൾ കോർ കമ്മിറ്റി ചർച്ച ചെയ്യണം. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച വിഷയങ്ങളും പരിഹരിക്കേണ്ടതാണെന്ന് PM വേലായുധൻ. പാലായിൽ ഭൂരിപക്ഷം കുറഞ്ഞെന്ന് മാണി സി കാപ്പൻ. NCPക്ക് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ മേധാവിത്വം ജോസ് കെ മാണിക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. സീറ്റ് വിട്ടു നൽകില്ലെന്ന് ആവർത്തിച്ച് NCP. കേരള കോൺഗ്രസിന്റെ ജനപിന്തുണ LDFന് ബോധ്യപ്പെട്ടെന്ന് ജോസ് കെ മാണി. അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും. മന്ത്രിസഭയിലേക്ക് ഇപ്പോഴില്ലെന്നും ജോസ് കെ മാണി. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നു. ഹാജരായത് ED നൽകിയ 4ാമത്തെ നോട്ടീസിൽ. എൻഫോഴ്സ്മെന്റ് നടപടികൾ തടയണമെന്ന CM രവീന്ദ്രന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കസ്റ്റഡിയിലെടുക്കുന്നത് തടയാൻ കഴിയില്ലെന്നും ഹൈക്കോടതി. ലൈഫ് മിഷനിലെ CBI അന്വേഷണത്തിനുള്ള സ്റ്റേ തുടരും. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ വീണ്ടും വാദം. ലൈഫ് മിഷൻ കമ്മിറ്റിയിൽ യൂണിടാക്കിനെതിരായ CBI അന്വേഷണം പരിധി ലംഘിച്ചിട്ടില്ലെന്ന് സർക്കാർ. 2 പരാജയപ്പെട്ട ചിഹ്നമെന്ന് PJ ജോസഫ്. ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും വലിയ ആധിപത്യമുണ്ടാക്കി. ശക്തി കേന്ദ്രങ്ങളിൽ ജോസ് കെ മാണി ചുരുങ്ങിയെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ ചിരി കറച്ചിലാകുമെന്നും PJ ജോസഫ്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ജനുവരി 8 മുതൽ. ബജറ്റ് അവതരണം 15-ന്. ജനുവരി 28 വരെ സഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്ത് മന്ത്രിസഭാ യോഗം. CBSE സ്കൂളുകളുടെ ഫീസ് പരിശോധിക്കാൻ DEOമാരെ ചുമതലപ്പെടുത്തിയതായി സർക്കാർ ഹൈക്കോടതിയിൽ. വരവ് ചെലവ് കണക്കുകൾ സ്കൂൾ മാനേജ്മെന്റുകൾ DEOയ്ക്ക് സമർപ്പിക്കണം. അടുത്ത മാസം 20-നകം റിപ്പോർട്ട് സമർപ്പിക്കാനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയെന്ന് സർക്കാർ ഹൈക്കോടതി. കാർഷിക നിയമത്തിനെതിരായ കർഷക സംഘടനകളുടെ സമരത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി. നിയമങ്ങളുടെ സാധുത ഇപ്പോൾ പരിഗണിക്കുന്നില്ലെന്ന് കോടതി. സമരം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് തേടുന്നത്. സമരം മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടാകരുതെന്നും സുപ്രീം കോടതി. സംസ്ഥാനത്ത് 4969 പേർക്ക് കൂടി കോവിഡ്. 4970 പേർക്ക് രോഗമുക്തി. 4282 പേർക്ക് സമ്പർക്ക രോഗബാധ. 27 മരണം കൂടി സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.17%. കോഴിക്കോട് ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജ്വല്ലറി ജനറൽ മാനേജർ സൈനുൽ അബ്ദിൽ SP ഓഫീസിൽ കീഴടങ്ങി. വൈകിട്ടോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സൈനുൽ അബ്ദിനെ നാളെ കോടതിയിൽ ഹാജരാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.
കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം മരിച്ച 11 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. 5 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിൽ. KSRTCയുടെ മുഴുവൻ സർവീസുകളും അടുത്ത മാസം മുതൽ പുനരാരംഭിക്കുമെന്ന് CMD ബിജു പ്രഭാകർ യൂണിറ്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. ക്രിസ്മസ് പുതുവത്സര ദിനത്തോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളും ഉണ്ടാകും. ദേശീയ വാർത്തകൾ. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം വീണ്ടും കുറഞ്ഞു. 24 മണിക്കൂറിന്റെ ആശുപത്രി വിട്ടത് 33,291 പേർ. രാജ്യത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്തത് 24,010 പോസിറ്റീവ് കേസുകളും 355 മരണവും. കാർഷിക നിയമ ചർച്ചയ്ക്കിടെ ഡൽഹി നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. കാർഷിക നിയമത്തിന്റെ പകർപ്പ് കീറിയെറിഞ്ഞ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ബില്ലുകളെ നിരാകരിച്ച് ഡൽഹി നിയമസഭ പ്രമേയം പാസാക്കി. കാർഷിക നിയമം പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും 20 ദിവസമായി തുടരുന്ന പ്രക്ഷോഭത്തിൽ 20-ലധികം കർഷകർ മരിച്ചെന്നും അരവിന്ദ് കെജ്രിവാൾ. യോഗാസനം മത്സര ഇനമാക്കുമെന്ന് കേന്ദ്ര കായിക മന്ത്രി കിരൺ റിജിജു. ഖേലോ ഇന്ത്യ, നാഷണൽ യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവയിൽ മത്സര ഇനമാക്കും. തീരുമാനം യോഗാസനം മത്സര ഇനമാക്കാമെന്ന ആയുഷ് മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ. കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാംഗൂറിന് കത്തെഴുതി ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. സംസ്ഥാനത്തെ EPF പെൻഷൻകാരുടെ പെൻഷൻ ഘടനയിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യം. തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ, മാഹി, ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. അടുത്ത 4 ദിവസത്തിനുള്ളിൽ ശക്തമായ ഇടിമിന്നലിനും സാധ്യത. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് പരാതി നൽകി രാഹുൽ ഗാന്ധി. പ്രതിരോധ പാർലമെന്ററി യോഗത്തിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്ന് പരാതി. സ്പീക്കർ ഇടപെടണമെന്നും ആവശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും കൂടിക്കാഴ്ച നടത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരുന്നു കൂടിക്കാഴ്ച. 2021 മാർച്ച് 26 ധാക്കയിൽ മോദി സന്ദർശനം നടത്തും. ഡോക്ടർ കഫീൽ ഖാന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ ആവശ്യം തള്ളി. സുപ്രീം കോടതി തള്ളിയത് ജാമ്യം അനുവദിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം. ഡൽഹിയിൽ കഴിഞ്ഞ 3 ദിവസമായി നിലനിൽക്കുന്ന അതിശൈത്യം 24 മണിക്കൂറുകൾ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഡൽഹിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ താപനില 3.5 ഡിഗ്രി സെൽഷ്യസ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. ഡൽഹിയിൽ കരിമ്പ് കർഷകർക്ക് 3500 കോടി രൂപയുടെ ധനസഹായത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലുള്ള സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതിയുടെ അംഗീകാരം. കുടിശ്ശികനത്തിൽ മില്ലുകളുടെ പേരിൽ തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിക്കും. പശ്ചിമബംഗാൾ പോലീസിന് CRPFന്റെ കത്ത്. JP നദ്ദയുടെ സുരക്ഷയിലുണ്ടായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. കത്തെഴുതിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിന് മുന്നോടിയായി. ബീഹാറിലെ ചപ്രയിൽ ജനതാദൾ യുണൈറ്റഡ് മുൻ MLAയുടെ മകൻ വെടിയേറ്റു മരിച്ച നിലയിൽ. ആക്രമണത്തിന് പിന്നിൽ അജ്ഞാതരെന്ന് പോലീസ്. വാർത്താവിനിമയ ഉപഗ്രഹമായ CMS-01 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്നായിരുന്നു വിക്ഷേപണം. 42ാമത് വാർത്താവിനിമയ ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത്. മക്കൾ നീതി മയ്യത്തിന് ടോർച്ച് ചിഹ്നം നിഷേധിച്ചതിന് എതിരെ കമൽഹാസൻ. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കമൽഹാസൻ. ബീഹാറിലെ മദ്യനിരോധന നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന കോൺഗ്രസ് MLA അജിത് ശർമ്മ. വിഷയമുന്നയിച്ച് അജിത് ശർമ്മ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് കത്ത് നൽകി. വിവാദ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. രാമക്ഷേത്രം പണിയുന്നതിലുള്ള അതൃപ്തിയാണ് കർഷക സമരത്തിന് പിന്നിലെന്ന് പരാമർശം. കർഷകരെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്രത്തെ വേട്ടയാടുന്നുവെന്നും പരാമർശം. പഞ്ചാബ് അതിർത്തിയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയായിരുന്നു ഇവരെന്ന് സൈന്യം. ആയുധങ്ങൾ പിടികൂടി. പണമിടപാട് തട്ടിപ്പിൽ പങ്കാളികളായ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങി മധ്യപ്രദേശ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അനധികൃത പണമിടപാട് നടന്നത്. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ ഒരാൾ വെടിയേറ്റു മരിച്ചു. അയൽവാസികൾ തമ്മിലെ സ്വത്ത് സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്ന് പോലീസ്. കുടുംബത്തിലെ 4 പേർക്ക് പരുക്ക്. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. 3 IPS ഉദ്യോഗസ്ഥർക്ക് ഡൽഹിയിൽ ഹാജരാകാൻ അവസരം ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ഉദ്യോഗസ്ഥരെ മാനസികമായി പീഡിപ്പിക്കാനുള്ള നീക്കമാണ് കേന്ദ്രത്തിന്റേതെന്ന് മമതാ ബാനർജി.
പുൽവാമയിൽ CRPF സംഘത്തിന് നേരെ ആക്രമണം. അവന്തിപ്പുറയിൽ പട്രോളിംഗ് സംഘത്തിന് നേരെ ആക്രമണമുണ്ടായി. ഒരു CRPF ഉദ്യോഗസ്ഥന് പരുക്ക്. അന്തർദേശീയ വാർത്തകൾ. സ്വിറ്റ്സർലൻഡിൽ കോവിഡ് കൂട്ട വാക്സിനേഷൻ അടുത്ത വർഷം പകുതിയോടെ തുടങ്ങും. ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക അതിർത്തിയിലെ തൊഴിലാളികൾക്കും ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും. കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾക്ക് തടയിടാൻ ട്വിറ്ററിന്റെ തീരുമാനം. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ വ്യാജ ട്വീറ്റുകൾ പ്രചരിപ്പിച്ചാൽ കർശന നടപടി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന് കോവിഡ്. രോഗം സ്ഥിരീകരിച്ച ഇമ്മാനുവൽ മക്രോൺ സ്വയം നിരീക്ഷണത്തിലേക്ക് മാറി. രോഗലക്ഷണം കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി കൂടിക്കാഴ്ച നടത്തി അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി. കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ സജീവമാക്കുന്നതിനു വേണ്ടിയെന്ന് പാക് പ്രസിഡന്റ് ഇമ്രാൻഖാൻ. ഫ്രാൻസിൽ വർഷാവസാനത്തോടെ 1.16 ദശലക്ഷം വാക്സിൻ ഡോസുകൾ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റക്സ്. അടുത്ത വർഷം ആരംഭത്തോടെ 2.3 ദശലക്ഷം കോവിഡ് വാക്സിൻ രാജ്യത്തെത്തിക്കും. ഓസ്ട്രേലിയയിൽ പുതിയ കോവിഡ് കേസുകൾ കണ്ടെത്താനുള്ള ശ്രമം ശക്തമാക്കി ആരോഗ്യ വിഭാഗം. തീരുമാനം സിഡ്നിയിൽ പുതിയ ക്ലസ്റ്റർ കണ്ടെത്തിയതിനെ തുടർന്ന്. നൈജീരിയയിൽ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയ 300-ലധികം വിദ്യാർത്ഥികളെ മോചിപ്പിക്കാൻ ശ്രമം തുടരുന്നു. മോചന പ്രവർത്തനത്തിനായി ഭരണകൂടം നിയോഗിച്ചിരിക്കുന്ന പ്രത്യേക സൈനിക സേനയെ. സ്വീഡനിൽ കോവിഡ് പ്രതിരോധം പരാജയമാണെന്ന് സ്വീഡൻ രാജാവ് കാൾ 16 രാജ്യത്ത് പൂർണ്ണമായും ലോക്ഡൌൺ നടപ്പിലാക്കാത്തത് രോഗവ്യാപനത്തിന് കാരണമായെന്നും കാൾ 16. ജർമ്മനിയിൽ കോവിഡ് വാക്സിനേഷൻ ഈ മാസം 27 തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി ജെൻസ് സ്പാൻ. രാജ്യത്തെ കെയർ ഹോമുകളിലെ പ്രായമായവർക്കാണ് ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിനുകൾ നൽകുക. ഇറാഖിലെ കിർകുക് പ്രവിശ്യയിലെ 2 എണ്ണക്കിണറുകൾക്ക് തീയിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ. തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് അധികൃതർ. കൂടുതൽ മേഖലകളിൽ സുരക്ഷ ശക്തമാക്കി. അമേരിക്കൻ സർക്കാർ വകുപ്പുകൾക്ക് നേരെ സൈബർ ആക്രമണം. അടുത്തിടെ നടന്ന ഹാക്കിംഗ് ക്യാമ്പയിൻ തങ്ങളുടെ നെറ്റ്വർക്കുകളെ ബാധിച്ചെന്ന് സ്ഥിരീകരിച്ച അമേരിക്ക. ഹാക്കിംഗിന് പിന്നിൽ റഷ്യയെന്ന് സംശയിക്കുന്നതായും അമേരിക്ക. ബ്രെക്സിറ്റിന് ശേഷം യൂറോപ്യൻ യൂണിയനിലേക്ക് വളർത്തുമൃഗങ്ങളെ പ്രവേശിപ്പിക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിർദ്ദേശം. മൃഗസംരക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് യാത്രയ്ക്ക് 10 ദിവസത്തിന് മുൻപ് സർട്ടിഫിക്കറ്റ് നേടണം. ജപ്പാനിൽ നെറ്റ്ഫ്ലിക്സ് താരം ഹാന കിമുരയുടെ ആത്മഹത്യയിൽ അന്വേഷണം ശക്തിപ്പെടുത്തി പോലീസ്. ആത്മഹത്യാ പ്രേരണ കേസിൽ 20-കാരനെ അറസ്റ്റ് ചെയ്തു. യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി തായ്ലൻഡ്. ഇളവനുവദിക്കുന്നത് 56 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്. നടപടി കോവിഡ് പശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായ രാജ്യത്തെ ടൂറിസം മെച്ചപ്പെടുത്താൻ. അമേരിക്കയുടെ വടക്കൻ മേഖലകളിൽ കൊടുങ്കാറ്റ്. വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച. ഗതാഗത സംവിധാനങ്ങൾ താറുമാറായി. റഷ്യൻ നിർമ്മിത S-400 മിസൈലുകൾ വാങ്ങുന്ന നടപടിയിൽ നിന്ന് പിന്മാറില്ലെന്ന് തുർക്കി. മിസൈലുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് തുർക്കിക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. 2030 ഏഷ്യൻ ഗെയിംസ് ഖത്തറിൽ ഒളിമ്പിക് കൌൺസിൽ ജനറൽ കൌൺസിൽ യോഗത്തിന്റെ ഭാഗമായി നടത്തിയ വോട്ടെടുപ്പിലാണ് നേട്ടം. റിയാദ് 2034 ഗെയിംസിന്റെ ആതിഥേയത്വം വഹിക്കും. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഓപ്പൺ ഹൌസ് ഡിസംബർ 23. കുവൈറ്റിലെ തൊഴിൽ നിയമങ്ങൾ എന്ന പ്രമേയത്തിലാണ് പരിപാടി. കുവൈറ്റിലെ എല്ലാ ഇന്ത്യക്കാർക്കും പങ്കെടുക്കാം. മസ്കറ്റ് സയൻസ് ഫെസ്റ്റിന് നാളെ തുടക്കം. പരിപാടി സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വിഭാഗം. കോവിഡ് പശ്ചാത്തലത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് ഓൺലൈനായി. ഒമാൻ വിഷൻ 2040 പദ്ധതിക്ക് ജനുവരിയിൽ തുടക്കം. എണ്ണയിതര സമ്പദ് വ്യവസ്ഥയിലൂടെയുള്ള വികസനമാണ് ലക്ഷ്യം. എല്ലാ സർക്കാർ സേവനങ്ങളും ഒറ്റ വെബ്സൈറ്റിൽ ലഭ്യമാക്കാൻ പദ്ധതി. സ്പോർട്സ്. അഡ്ലൈഡ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 233 എന്ന നിലയിൽ. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷെഫീൽഡ് യുണൈറ്റഡിനെ നേരിടും. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ ആസ്റ്റൺ വില്ല ബേൺലി FC-യുമായി ഏറ്റുമുട്ടും. ISL ഇന്ന് ഒഡീഷ FC ബംഗളൂരു FC നേരിടും. മത്സരം അല്പസമയത്തിനുള്ളിൽ ഗോവ GMC സ്റ്റേഡിയത്തിൽ. ഇൻസ്റ്റഗ്രാമിൽ വംശീയ അധിക്ഷേപ പോസ്റ്റ് പങ്കുവച്ചതിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം എഡിൻസൺ കവാനിക്കെതിരെ നടപടിക്കൊരുങ്ങി ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ. നടപടിയുടെ ഭാഗമായി താരത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടു.
2023 ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങൾക്ക് സിംബാബ്വെ ആതിഥേയത്വം വഹിക്കും. യോഗ്യതാ മത്സരങ്ങൾ നടക്കുക ജൂൺ 18 മുതൽ ജൂലൈ 9 വരെ. എന്റർടൈൻമെന്റ് ന്യൂസ്. ഇന്ദ്രജിത് സുകുമാരൻ നായകനാകുന്ന ആഹ എന്ന ചിത്രത്തിന്റെ തീം സോങ് പുറത്തിറങ്ങി. സൈനോറ ഫിലിപ്പ് സംഗീതം നൽകി. അർജുൻ അശോകൻ പാടിയ ഗാനം ഇന്ദ്രജിത്തിന്റെ ജന്മദിനത്തിലാണ് പുറത്തിറക്കിയത്. സാസ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രേം എബ്രഹാം നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം ബിബിൻ പോൾ സാമുവൽ. വീണ്ടും 100 ന്യൂസിലേക്ക് ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 271 പേർക്ക് കൂടി കോവിഡ്. 192 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 5 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം. തിരുവനന്തപുരം നഗരത്തിൽ ശനിയാഴ്ച ജലവിതരണം മുടങ്ങും. അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതുകൊണ്ടാണ് ജലവിതരണം മുടങ്ങുക. കൊല്ലം ജില്ലയിൽ 346 പേർക്ക് കൂടി കോവിഡ്. 339 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 3 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കൊല്ലം ഇരവിപുരത്ത് ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞു. ഡ്രൈവർ ബിജു ആന്റണി, യാത്രക്കാരിയായ ആശ്രാമം സ്വദേശിനി ദിയ എന്നിവർക്ക് പരിക്ക്. ഇരുവരെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കേരള ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് ആൻഡ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ 2ാമത് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു. ഹോട്ടൽ ഷാ ഇന്റർനാഷണൽ നടന്ന യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ പ്രസിഡന്റ് MK നിസാർ. ആലപ്പുഴ ജില്ലയിൽ 330 പേർക്ക് കൂടി കോവിഡ്. 304 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 15 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. ആലപ്പുഴ കൈനകരി കനകാശ്ശേരി പാടത്ത് മട വീണു. 625 ഏക്കറിൽ വിത കഴിഞ്ഞ പാടത്താണ് മട വീണത്. നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. കോട്ടയം ജില്ലയിൽ 505 പേർക്ക് കൂടി കോവിഡ്. 501 പേർക്ക് സമ്പർക്ക രോഗബാധ. ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾക്ക് കൂടി രോഗം. പത്തനംതിട്ട ജില്ലയിൽ 432 പേർക്ക് കൂടി കോവിഡ്. 390 പേർക്ക് സമ്പർക്ക രോഗബാധ. 56 പേരുടെ ഉറവിടം വ്യക്തമല്ല. പത്തനംതിട്ട പന്തളത്ത് 60കാരിയെ കൊലപ്പെടുത്തി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച പ്രതി പിടിയിൽ. അറസ്റ്റായത് വയോധികയ്ക്കൊപ്പം താമസിച്ചിരുന്ന 52കാരൻ. ഇടുക്കി ചെറുതോണിയിൽ ബന്ധുവിന്റെ വെട്ടേറ്റ് ദമ്പതികൾക്ക് ഗുരുതര പരിക്ക്. ചുരുളി കുഴിത്താലി ലെബിൻ, ഭാര്യ സിൽവി എന്നിവർക്കാണ് വെട്ടേറ്റത്. സിൽവിയുടെ സഹോദരൻ സാജൻ കസ്റ്റഡിയിൽ. ഇടുക്കി മാട്ടുപ്പെട്ടി നെറ്റിമേട് ഡിവിഷനിൽ ആഹ്ലാദ പ്രകടനം. നിയന്ത്രിക്കാനെത്തിയ ദേവികുളം SI അടക്കമുള്ള പോലീസുകാർക്ക് മർദ്ദനം. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രകടനം നടത്തിയവർ നിയന്ത്രിക്കാനാണ് പോലീസ് എത്തിയത്. ഇത് നിയന്ത്രിക്കുന്നതിനിടെയാണ് SI അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റത്. എറണാകുളം ജില്ലയിൽ 481 പേർക്ക് കൂടി കോവിഡ്. 357 പേർക്ക് സമ്പർക്ക രോഗബാധ. 114 പേരുടെ രോഗ ഉറവിടം അവ്യക്തം. കൊച്ചി നഗരസഭ മുൻ ഡെപ്യൂട്ടി മേയർ എളംകുളം വലിയപറമ്പിൽ VV മൈക്കിൾ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9:30 കലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളി സെമിത്തേരിയിൽ നടക്കും. വിശ്വാസികളുടെ സുവിശേഷവൽക്കരണത്തിനായുള്ള തിരുസംഘത്തിന്റെ അംഗമായി വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പലിനെ നിയമിച്ചു. അടുത്ത 5 വർഷത്തേക്കാണ് നിയമനം. തൃശൂർ മാള പഞ്ചായത്തിൽ 7ാമത് സാമ്പത്തിക സെൻസസ് തുടങ്ങി. സംഘടിത അസംഘടിത മേഖലയിലെ കണക്കെടുപ്പും ഇതോടൊപ്പം നടക്കും. തൃശൂർ ഒളരിയിൽ മധ്യവയസ്കനെ കണ്ണും കൈയും കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസ്. വാടക വീടിന്റെ ഉടമസ്ഥനും വീട്ടുകാരും ചേർന്ന് മർദ്ദിച്ചത് മാനസിക വിഭ്രാന്തിയുടെ പേരിൽ. മർദ്ദനം വീടിന് പിറകിലെ മരത്തിൽ കെട്ടിയിട്ട്. മലപ്പുറം ജില്ലയിൽ 515 പേർക്ക് കൂടി കോവിഡ്. 467 പേർക്ക് സമ്പർക്ക രോഗബാധ. 30 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. മലപ്പുറം താനൂരിൽ ഇന്നു മുതൽ ആഹ്ലാദ പ്രകടനങ്ങൾക്കും മൈക്ക് ഉപയോഗിക്കുന്നതിനും കർശന നിയന്ത്രണം. രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾക്കായി വെച്ചിട്ടുള്ള ബോർഡ്, കൊടിതോരണങ്ങൾ എന്നിവ 2 ദിവസത്തിനകം നീക്കണമെന്ന് നിർദ്ദേശം. മലപ്പുറം പുറന്തൂർ പഞ്ചായത്തിൽ ജയിച്ച മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ കടയ്ക്ക് തീയിട്ടു. 17ാം വാർഡ് എടക്കനാടിൽ നിന്ന് വിജയിച്ച നൌഫലിന്റെ കടയ്ക്കാണ് ഇന്നലെ തീയിട്ടത്. കോഴിക്കോട് ജില്ലയിൽ 585 പേർക്ക് കൂടി കോവിഡ്. 545 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 23 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ 58 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 5 പേർ ആശുപത്രി ജീവനക്കാരാണ്. വയനാട് ജില്ലയിൽ 140 പേർക്ക് കൂടി കോവിഡ്. 138 പേർക്ക് സമ്പർക്ക രോഗബാധ. 3 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ലെന്ന് കണക്കുകൾ. വയനാട് കണിയാമ്പറ്റ പള്ളിക്കുന്നിൽ സ്ഥാനാർത്ഥിയെയും അയൽവാസിയായ യുവതിയെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തെന്ന് പരാതി. വീട് കയറി ആക്രമിച്ചത് 10ാം വാർഡ് സ്ഥാനാർത്ഥി ഷൈബ ഗോപാലകൃഷ്ണൻ, അയൽവാസി ഉഷ ബാലകൃഷ്ണൻ എന്നിവരെ. ഇരുവരും കൽപ്പറ്റ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ.
കണ്ണൂർ ജില്ലയിൽ 266 പേർക്ക് കൂടി കോവിഡ്, 249 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. ജില്ലയിൽ 10 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കണ്ണൂർ കണ്ണപുരത്ത് ചരക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ച് ഒരു മരണം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മഹാരാഷ്ട്ര സ്വദേശികളെന്ന് പോലീസ്. കാസർഗോഡ് ജില്ലയിൽ 92 പേർക്ക് കൂടി കോവിഡ്, 82 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 23,191. കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ സ്ത്രീകളും വികസനവും എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര വെബിനാർ. തുടക്കമായത് 2021 മാർച്ച് വരെ നീണ്ടുനിൽക്കുന്ന വെബിനാർ പരമ്പരയ്ക്ക്. പരിപാടി സർവകലാശാലയിലെ സ്ത്രീ പഠന കേന്ദ്രത്തിന്റെയും ഇ ശ്രീധരൻ നൈപുണ്യ വിദ്യാഭ്യാസ പഠന കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ. കർഷക സമരത്തിനിടയിലും പഞ്ചാബിലെ കർഷക കുടുംബം നരേന്ദ്രമോദിയെ പിന്തുണച്ച് സംസാരിക്കുന്നു എന്ന രീതിയിൽ പ്രചരിക്കുന്ന ദൃശ്യം വ്യാജം. ഏപ്രിലിൽ അപ്ലോഡ് ചെയ്ത ടിക്ടോക്ക് ദൃശ്യങ്ങളാണ് വ്യാജ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. പാക് മാധ്യമപ്രവർത്തകൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയെന്ന തരത്തിൽ വ്യാജ പ്രചാരണം. ദൃശ്യത്തിന്റെ സത്യാവസ്ഥയിലേക്ക്. എന്തായിരുന്നു BJP എന്ന് ലോകം അറിഞ്ഞിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ കടന്നുവരവോടെ അത് മാറ്റിയെഴുതപ്പെട്ടു. വിശ്രമമില്ലാതെ രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്തു. ഒരസുഖം പോലും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. നേതാക്കൾ പഠിക്കേണ്ട നല്ല ശീലങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് സ്വായത്തമാക്കണമെന്നാണ് 56 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ പറയുന്നത്. എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് പോലെ ദൃശ്യത്തിലുള്ളത് പാക് മാധ്യമപ്രവർത്തകനല്ല, രാജസ്ഥാൻ സ്വദേശിയായ മോട്ടിവേഷണൽ സ്പീക്കറാണ്. വ്യക്തിത്വ വികസനത്തിന് പരിശീലനം നൽകുന്ന ഹർഷവർദ്ധ ജെയിനാണിത്. വിവിധ പരിശീലന ക്ലാസുകൾക്കിടെയുള്ള ദൃശ്യങ്ങളാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ഡൽഹിയിൽ 1363 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 2391 പേർക്ക് രോഗമുക്തി. 35 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 10,182. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് വിഷബാധയേറ്റ സംഭവത്തിൽ വീണ്ടും ആരോപണങ്ങൾ തള്ളി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. വിഷബാധയ്ക്ക് പിന്നിൽ റഷ്യയായിരുന്നുവെങ്കിൽ നവൽനി ഇന്ന് ജീവനോടെ ഉണ്ടാകില്ലായിരുന്നുവെന്ന് വ്ളാദിമിർ പുടിൻ. സൈബീരിയയിൽ നിന്ന് മോസ്കോയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെ നവൽനിക്ക് വിഷബാധയേറ്റത് കഴിഞ്ഞ ഓഗസ്റ്റിൽ. ആന്ധ്രാപ്രദേശ് ഏലൂരുവിലെ അജ്ഞാത രോഗത്തിന് പിന്നിൽ കീടനാശിനികളുടെ അമിത ഉപയോഗമായിരിക്കാമെന്ന് റിപ്പോർട്ടുകൾ. രോഗത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ മാസങ്ങൾ എടുത്തേക്കുമെന്ന് വിദഗ്ധർ. സംഭവത്തിൽ വിശദ പഠനം നടത്താൻ നിർദ്ദേശിച്ച് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. മാച്ച് അപ്ഡേറ്റുകൾ, വാർത്തകൾ, അഭിമുഖങ്ങൾ, ഫാൻ ഫോറങ്ങൾ ഉൾപ്പെടെ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകും. ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾക്കിടെ കർഷകർക്ക് തുറന്ന കത്തെഴുതി മന്ത്രി നരേന്ദ്രസിംഗ് തോമർ. കർഷക യൂണിയനുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരക്കുകയാണെന്ന് കത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു.